മനുഷ്യഗുണങ്ങൾ കെട്ടുപോയ കഥകൾ ഓർമ്മകളെ വ്രണപ്പെടുത്തുമ്പോഴും മാനവ ധാർമ്മികത ഭീകരതയ്ക്കുമേൽ വിജയക്കൊടി പാറിക്കുമെന്നത് കാലം ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യവംശത്തിന്റെ പ്രയാണത്തിൽ ഉയരി നിൽക്കുന്ന സത്യമാണിത്. 1945 മെയ് 9 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. 1939 സെപ്റ്റംബർ 1 നാസി സൈന്യം പോളണ്ടിനെ ആക്രമിച്ചതോടെയായിരുന്നു യുദ്ധം ആരംഭിച്ചത്. 1941 ജൂൺ 22 സോവിയറ്റ് യൂണിയൻ ആക്രമിക്കപ്പെട്ടു. സോഷ്യലിസത്തിന്റെ നേട്ടങ്ങൾ നിലനിർത്തുക എന്ന മഹത്തായ ദൗത്യം സോവിയറ്റ് ജനത നിറവേറ്റി. ലോക നാഗരികതയെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഫാസിസ്റ്റ് ക്രൂരതയെ തടഞ്ഞു. യുദ്ധത്തിന്റെ തുടക്കത്തിനും 1945 ജനുവരി 31 ഇടയിൽ സംഭവിച്ച 4.4 ദശലക്ഷം ജർമ്മൻ മരണങ്ങളിൽ 3.5 ദശലക്ഷം കിഴക്കൻ മേഖലയിലായിരുന്നു. സ്റ്റാലിൻ ഗ്രാഡ് യുദ്ധത്തിൽ ജർമ്മനികൾക്കുണ്ടായ ദുരന്തം 1940 44 ഫ്രാൻസിൽ നടന്ന പോരാട്ടങ്ങളിലെ മനുഷ്യനാശങ്ങൾക്ക് സമാനമാണ്. 1940 വേനലിൽ സോവിയറ്റ് യൂണിയനെതിരെ ജർമ്മൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ സോവിയറ്റുകൾക്ക് നേരിടേണ്ടി വന്നത് 3.8 ദശലക്ഷം സൈനികരെയും 7000 കവചിത വാഹനങ്ങളെയുമായിരുന്നു. പാശ്ചാത്യ സഖ്യകക്ഷികളുടെ നോർമാണ്ടിലെ പോരാട്ടം 2000 കവചിത വാഹനങ്ങൾ അടങ്ങുന്ന 6 ലക്ഷം പേരുടെ സേനയിൽ ഒതുങ്ങി. 1940 6 ആഴ്ചകൾക്കുള്ളിൽ ഫ്രാൻസ് കീഴടക്കിയ നാസി യൂണിറ്റുകൾ കിഴക്കൻ മുന്നണിയിലെ യുദ്ധങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ പുതിയ സൈനികരെ ഉൾപ്പെടുത്തി യൂണിറ്റുകൾ പുനർനിർമ്മിച്ചു. സോവിയറ്റ് യൂണിയന് 27 ദശലക്ഷം പൗരന്മാരെ നഷ്ടപ്പെട്ടു. മറ്റേതൊരു രാജ്യത്തെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണിത്. യുദ്ധ ക്യാമ്പുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുമായി അനേകായിരങ്ങൾ കൊല്ലപ്പെട്ടു. ആക്രമണകാരികൾ കൂട്ടക്കൊല ചെയ്തവരും പട്ടിണിക്കിട്ട് കൊന്നവരും വേറെ. ഹിറ്റ്ലറുടെ ആക്രമണം മറ്റേതൊരു രാജ്യത്തിന്റെയും ചരിത്രവുമായി തട്ടിക്കുമ്പോഴും വലിയ തോതിലുള്ളതാണ്. ഏകദേശം 4.5 ദശലക്ഷം സൈനികർ അടങ്ങുന്നതായിരുന്നു നാസി സൈന്യം. ബലമേകി ബോംബർ വിമാനങ്ങളും ടാങ്കുകളും തോക്കുകളും. സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നതുവരെ ഇവർ ഒരു പരാജയവും നേരിട്ടിരുന്നില്ല. നാസി ആക്രമണത്തിനു മുൻപിൽ ആരംഭത്തിൽ സോവിയറ്റ് ചെമ്പടയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. എന്നാൽ 1941 അവസാനത്തോടെ ലെനിൻഗ്രാഡ്, മോസ്കോ, സ്റ്റാലിൻഗ്രാഡ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന അതിർത്തിയിൽ ശത്രുവിനെ തടഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിർണായകമായിരുന്നു 1942 മെയ് മുതൽ 1943 ഫെബ്രുവരി വരെ നീണ്ടുനിന്ന സ്റ്റാലിൻഗ്രാഡ് യുദ്ധം. ദശലക്ഷക്കണക്കിന് നാസി സൈനികരെ സോവിയറ്റ് ചെമ്പട വളഞ്ഞു. ആരംഭം മുതൽ തന്നെ നാസി ജർമ്മനിയുടെ പ്രധാന ശത്രുവായിരുന്നു സോവിയറ്റ് യൂണിയൻ. ലോകമഹായുദ്ധത്തിന്റെ ആരംഭ തീയതി കണക്കാക്കപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ സോവിയറ്റ് സൈനികർ സ്പെയിനിലെ ജർമ്മൻ, ഇറ്റാലിയൻ ഫാസിസ്റ്റുകൾക്കെതിരെയും മഞ്ചൂറിയയിലെ ജാപ്പനീസ് സൈനികതയ്ക്കെതിരെയും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. മുതലാളിത്ത ശക്തികളുടെ പ്രീണന കാലഘട്ടത്തിലുടനീളം സോവിയറ്റ് സർക്കാർ നാസി ആക്രമണത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. ചെക്കോസ്ലോവാക്യയുടെ പ്രതിരോധത്തിനായി 1 ദശലക്ഷം സോവിയറ്റ് സൈനികരെ വാഗ്ദാനം ചെയ്യാൻ പോലും സജ്ജമായി. ചെക്കോസ്ലോവാക്യ ആഗ്രഹിച്ചെങ്കിലും പോളിഷ് സർക്കാർ അവരുടെ രാജ്യത്തിലൂടെ സോവിയറ്റ് സൈന്യത്തിന്റെ ഗതാഗതമോ വിതരണമോ അനുവദിച്ചില്ല. സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ നാസി സേനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അവരുടെ പ്രധാന കമാൻഡറെയും ലക്ഷക്കണക്കിന് സൈനികരെയും യുദ്ധ തടവുകാരായി പിടികൂടി. 1943 ഫെബ്രുവരിയോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറി തുടങ്ങി. 1944 ആയപ്പോഴേക്കും സോവിയറ്റ് ചെമ്പട കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ച് നാസികളെയും ഫാസിസ്റ്റ് സൈന്യങ്ങളെയും പിന്തിരിപ്പിച്ചു. ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അട്ടിമറിക്കപ്പെട്ടു. 1945 ഏപ്രിലിൽ സോവിയറ്റ് സൈന്യം ജർമ്മനിയിലും തുടർന്ന് ബെർലിനിലും പ്രവേശിച്ചു. ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30 ആത്മഹത്യ ചെയ്തു. 1945 മെയ് 8 ജർമ്മൻ സൈന്യം സോവിയറ്റ് ചെമ്പടയ്ക്കും 9 സഖ്യസേനയ്ക്കും കീഴടങ്ങി. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണു. മഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കപ്പെട്ടിട്ടില്ല. ന്യൂറംബർഗിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ വിചാരണ വേള മനുഷ്യൻ എത്രത്തോളം മനുഷ്യത്വരഹിതനാണെന്ന് വ്യക്തമാക്കുന്നതായി. സോവിയറ്റ് സമ്പദ്ഘടനയ്ക്കുണ്ടായ ആഘാതം മാരകമായിരുന്നു. ആയിരക്കണക്കിന് ഫാക്ടറികളും മില്ലുകളും നശിപ്പിക്കപ്പെട്ടു. വയലുകൾ വരണ്ടുണങ്ങി. എണ്ണമറ്റ പട്ടണങ്ങളും ഗ്രാമങ്ങളും നശിപ്പിക്കപ്പെട്ടു. എന്നിട്ടും പരാജയം അംഗീകരിച്ചില്ല. അവർ തങ്ങൾക്കും ജീവൻ പണയപ്പെടുത്തി പ്രതിരോധിച്ചവർക്കും വേണ്ടി നിലകൊണ്ടു. തൊഴിലാളികളും കർഷകരും സ്വന്തം സോവിയറ്റ് ശക്തിക്ക് വേണ്ടിയും അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഭരണത്തിനു വേണ്ടിയും മനുഷ്യ
അധ്വാനത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനു വേണ്ടിയും പോരാടുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ അത്തരമൊരു രാഷ്ട്രത്തെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് ലെനിൻ ചൂണ്ടിക്കാട്ടി. സോവിയറ്റ് യൂണിയനിലെ തൊഴിലാളി വർഗവും അധ്വാനിക്കുന്ന ജനങ്ങളും പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിലും പ്രയത്നം തുടർന്നു. 1939 മാർച്ചിൽ നടന്ന CPSUവിന്റെ 18ാം കോൺഗ്രസിൽ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് ഊന്നി പറഞ്ഞു. തീവ്രമായ യുദ്ധ സാഹചര്യങ്ങളുടെ 1938 മുതൽ 1940 വരെയുള്ള വർഷങ്ങളിലും ഉന്നത പഠന കോളേജുകളുടെ ശരാശരി വാർഷിക ഫലം 1.5 മടങ്ങ് വളർച്ച പ്രകടമാക്കി. സകല പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് യുദ്ധത്തിലും അതിന്റെ വിജയ പരിസമാപ്തിയിലും സോഷ്യലിസ്റ്റ് നിർമ്മാണം തുടർന്നു.